ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. നടുക്കുന്ന, ഹൃദയം പിടയുന്ന ഒരു ശബ്ദം കൂടി റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിർബന്ധപ്രകാരം ഗർഭഛിദ്രത്തിന് വിധേയയായ പെൺകുട്ടി നേരിട്ട ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ മറ്റൊരാളുമായി പങ്കുവയ്ക്കുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. ഇത് പ്രേക്ഷകരെ കേൾപ്പിക്കേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഈ സമയം പെൺകുട്ടി പോലീസിന് മുന്നിൽ മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ FIR ഇടും. പക്ഷെ കേരളം അറിയണം, ഒരു യുവതിയുടെ മരണത്തിനു പോലും കാരണമായേക്കാവുന്ന മരുന്ന് വിധിച്ച ഒരു നേതാവിൻ്റെ യഥാർത്ഥ മുഖം ആ പെൺകുട്ടി തുറന്നു പറയുന്നു. കേൾക്കാം. അറിഞ്ഞതല്ലേ, ഞാൻ എവിടെയെങ്കിലും പോവാം. ഞാൻ ട്രാൻസ്ഫർ മേടിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം. ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർത്തി ഞാൻ ജീവിക്കത്തില്ലായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ നിന്ന് അത് പോയി. എനിക്ക് സങ്കടം താങ്ങാനേ പറ്റുന്നില്ല. കുറച്ചുകൂടെ താങ്ങാൻ പറ്റുന്നില്ല. എന്റെ ചങ്ങ് പൊട്ടിപ്പോവാതെ. ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലിയും ഫിസിക്കലിയും ഞാൻ ഇത്രയും തകർന്ന് തരിപ്പണമായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ഒന്നും നോക്കിയല്ല. ഞാൻ ഇമോഷണൽ സപ്പോർട്ട് തരേണ്ട ആൾക്കാർ ഒരു ഇല്ല എനിക്കപ്പുറത്ത്. അയ്യോ, എന്റെ അവകാശമല്ലായിരുന്നു അത്. പറ, അവകാശമാണ് നിഷേധിച്ചത്. ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരന് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ എന്ത് നശിപ്പിക്കുമെന്നാണ്? അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടത് നശിപ്പിക്കും. ഞാൻ എങ്ങനെ ചെയ്യും? പോയിക്കോളാത്തല്ലേ ഞാൻ പറഞ്ഞേ. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. ഇത് നടന്നിട്ട് എത്ര നാളായി? അന്ന് നിലമ്പൂർ ഇലക്ഷന്റെ സമയത്തല്ലേ? അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി നിലമ്പൂരെത്തിയെന്ന് രാവിലെയാണ് ഞാൻ ഈ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നത്. അതും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ബ്ലീഡിങ് ഇത്ര ദിവസം എടുത്തിട്ടാണ് അത് നിക്കണേ. ഡോക്ടറിന്റെ വഴക്ക് പറഞ്ഞിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇത് ആരാ നിങ്ങൾക്ക് കൊണ്ട് തന്ന്? നിങ്ങൾ കൊല്ലാനാണോ കൊണ്ട് തന്നപ്പോ? പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ, നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാ കൊണ്ട് തന്നെ? സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു. അതിൽ ജീവിക്കണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടെ ഞാനത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ. അറിഞ്ഞതല്ലേ, ഞാൻ എവിടെയെങ്കിലും പോവാം. ഞാൻ ട്രാൻസ്ഫർ മേടിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം. ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർത്തി ഞാൻ ജീവിക്കത്തില്ലായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ നിന്ന് അത് പോയി. എനിക്ക് സങ്കടം താങ്ങാനേ പറ്റുന്നില്ല. കുറച്ചുകൂടെ താങ്ങാൻ പറ്റുന്നില്ല. എന്റെ ചങ്ങ് പൊട്ടിപ്പോവാതെ. ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലിയും ഫിസിക്കലിയും ഞാൻ ഇത്രയും തകർന്ന് തരിപ്പണമായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ഒന്നും നോക്കിയല്ല. ഞാൻ ഇമോഷണൽ സപ്പോർട്ട് തരേണ്ട ആൾക്കാർ ഒരു ഇല്ല എനിക്കപ്പുറത്ത്. അയ്യോ, എന്റെ അവകാശമല്ലായിരുന്നു അത്. പറ, അവകാശമാണ് നിഷേധിച്ചത്. ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരന് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ എന്ത് നശിപ്പിക്കുമെന്നാണ്? അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടത് നശിപ്പിക്കും. ഞാൻ എങ്ങനെ ചെയ്യും? പോയിക്കോളാത്തല്ലേ ഞാൻ പറഞ്ഞേ. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. ഇത് നടന്നിട്ട് എത്ര നാളായി? അന്ന് നിലമ്പൂർ ഇലക്ഷന്റെ സമയത്തല്ലേ? അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി നിലമ്പൂർ എത്തിയെന്ന് രാവിലെയാണ് ഞാൻ ഈ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നത്. അതും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ബ്ലീഡിങ് ഇത്ര ദിവസം എടുത്തിട്ടാണ് അത് നിക്കണേ. ഡോക്ടറിന്റെ വഴക്ക് പറഞ്ഞു, എന്താ നിങ്ങൾ മര്യാദയ്ക്ക് ഇത് ആരാ നിങ്ങൾക്ക് കൊണ്ട് തന്ന്, നിങ്ങൾ കൊല്ലാനാണോ കൊണ്ട് തന്നപ്പോ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാ കൊണ്ട് തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു, അതിൽ ജീവിക്കണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടി ഞാനത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ. അറിഞ്ഞതല്ലേ, ഞാൻ എവിടെയെങ്കിലും പോവാം, ഞാൻ ട്രാൻസ്ഫർ മേടിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം. ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർത്തി ഞാൻ ജീവിക്കത്തില്ലായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ നിന്ന് അത് പോയി. എനിക്ക് സങ്കടം താങ്ങാനേ പറ്റുന്നില്ല, കുറച്ചുകൂടെ താങ്ങാൻ പറ്റുന്നില്ല. എന്റെ ചങ്ങ് പൊട്ടിപ്പോവാതെ ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലിയും ഫിസിക്കലിയും ഞാൻ ഇത്രയും തകർന്ന് തരിപ്പണമായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ഒട്ടും നോക്കിയല്ല. ഞാൻ ഇമോഷണൽ സപ്പോർട്ട് തരേണ്ട ആൾക്കാർ ഒരു ഇല്ല എനിക്കപ്പുറത്ത്. അയ്യോ, എന്റെ അവകാശമല്ലായിരുന്നു അത്. പറ, അവകാശമാണ് നിഷേധിച്ചത്. ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരന്റെ പൊളിറ്റിക്കൽ ഫീച്ചർ ഞാൻ എന്ത് നശിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടത് നശിപ്പിക്കും. ഞാൻ എങ്ങനെ ചെയ്യും? പൊയ്ക്കോളാന്നല്ലേ ഞാൻ പറഞ്ഞേ. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. ഇത് നടന്നിട്ട് എത്ര നാളായി? അന്ന് നിലമ്പൂർ ഇലക്ഷന്റെ സമയത്തല്ലേ, അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി നിലമ്പൂർ എത്തിയെന്ന് രാവിലെയാണ് ഞാൻ ഈ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നത്. അതും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ബ്ലീഡിങ് ഇത്ര ദിവസം എടുത്തിട്ടാണ് അത് നിക്കണേ. ഡോക്ടറിന്റെ വഴക്ക് പറഞ്ഞു, എന്താ നിങ്ങൾ മര്യാദയ്ക്ക് ഇത് ആരാ നിങ്ങൾക്ക് കൊണ്ട് തന്ന്, നിങ്ങൾ കൊല്ലാനാണോ കൊണ്ട് തന്നപ്പോ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാ കൊണ്ട് തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു, അതിൽ ജീവിക്കണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടി ഞാനത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ.